ഹലോ കൊച്ചി. നമ്മള് ഓണത്തിനപ്പോ എനിക്കറിയാം നിങ്ങൾ കുറെ നല്ലൊരു കൈയ്യടി കൊടുക്കാം for Team ARM, please. Thank you so much. So let's begin with watching a video from ARM. Can we have the video, please? അതിൽ ടോബി ആയാലും ടോബിയുടെ പല പഴയ സിനിമകളായാലും ഒന്നും അതിന് നമുക്ക് കാണാൻ കഴിയില്ല. ആ 3 ഡിഫറെന്റ് വേഷം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എക്സൈറ്റഡ് ആണ്, നിങ്ങൾ എല്ലാവരും പോലെ വളരെ എക്സൈറ്റഡ് ആണ് പടം കാണാൻ. അപ്പോൾ ഈ ഓണത്തിന് AR 12-ാം തീയതി റിലീസ് ചെയ്യാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, അതും 3D ആയിട്ട് കാണണം. അപ്പോഴേ അവർ ചേട്ടാ ഒന്നും മാറി നമുക്ക് വിസിലെടുക്കാൻ പറ്റുമോ? അവനോടൊന്ന് മാറിക്കാന്ന് പറടാ. അതൊക്കെ ആൾക്കാരാ ആഹാരം പറഞ്ഞു. So much Forum Kochi for making this an amazing moment. Please join me on stage. Is that you?
വീഡിയോ പ്ലേ ചെയ്തെങ്കിലും ആരുടെയും അപ്ലോസും അപ്രിസിയേഷൻ ഒന്നും കേട്ടില്ലല്ലോ ഇവിടെ നിന്ന്. ഇതല്ലായിരുന്നല്ലോ നേരത്തെ എക്സൈറ്റ്മെന്റ്. ഓക്കെ, ഒരിക്കൽ കൂടി നമുക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. ടീം ARM is here with us. Huge round of applause, please. ഇതാണ് കൈയടിയില്ലാത്തത്. ഫോറം കൊച്ചി. അപ്പൊ എന്തായിരുന്നു പറഞ്ഞത്? ജീവിക്കാവ്. അപ്പോ ലിസ്റ്റിൻ ചേട്ടൻ അദ്ദേഹവും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കടം മേടിച്ചും കുടുംബം വിറ്റുമൊക്കെയുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമ അദ്ദേഹവും ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ കാശ് ചെലവായിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും ലാംഗ്വേജസിലൊക്കെ ഇറക്കി ഇത്രയും ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിച്ച് അത് ആ സിനിമ ഇവിടെ ഒന്നും നിൽക്കേണ്ട ഒരു സിനിമയല്ല, അത് കുറെ കൂടെ ലാർജർ ഓഡിയൻസിലേക്ക് ഇത് എത്തണം എന്നുള്ളൊരു വിഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും അങ്ങനെയാണ് ARM എന്നുള്ള പേരിലേക്ക് എത്തുന്നത് തന്നെ ആ ഒരു തോട്ട് പ്രോസസിന്റെ ഭാഗമാണ്. അജയന്റെ രണ്ടാം മോഷണം എന്ന് ഹിന്ദിയിലും തമിഴിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചേട്ടൻ ഒരു അജയന്റെ എന്ന് പറയാൻ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ചിലപ്പോൾ ബുദ്ധിമുട്ടുമായിരിക്കും എന്നുള്ള ഒരു റിയലൈസേഷൻ കാരണമാണ് അദ്ദേഹം അത് ARM എന്നിട്ട് കഴിയുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയാലും ഹിന്ദി പോയാലും എല്ലാവർക്കും ARM എന്നൊക്കെ പറയാൻ എളുപ്പമാണല്ലോ. അപ്പൊ അത് നല്ലൊരു കൈയടി അദ്ദേഹവും അറിയിക്കുന്നുണ്ട്. ആ റിസ്കിൽ എല്ലാവരും കേട്ടൻ അതുപോലെ എല്ലാ ടെക്നീഷ്യൻസും ADs ബാക്കി ക്രൂ ഇവരുടെയൊക്കെ എഫേർട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ ഭാഗമെന്നുള്ള രീതിയിൽ എനിക്കിത് വളരെ ജെന്യുവനായിട്ട് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഈ സിനിമ ഓണത്തിന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മലയാള സിനിമയ്ക്ക് നമുക്ക് എന്താ പറയാ അഭിമാനിക്കാവുന്ന മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിട്ട് അജയന്റെ രണ്ടാം മോഷണം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു. ഇതിലുള്ള എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. സുഖമല്ലേ? ഒരുപാട് സന്തോഷം എന്നീ സ്റ്റേജിൽ ഇവിടെ നിൽക്കുമ്പോൾ. അജയന്റെ രണ്ടാം മോഷണത്തിൽ ഞാൻ വളരെ ചെറിയൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒത്തിരി സന്തോഷം ആ ടീമിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ. ആക്ച്വലി ജിതിൻ ഒക്കെ എടുത്തൊരു എഫേർട്ട് ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവരുടെ ടീം എടുത്തേക്കുന്ന ഒരു എഫേർട്ട് കണ്ടിട്ട് സീരിയസ്ലി അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കതിന് മുന്നേ തന്നെ ടോനു തോമസ് എന്ന് പറഞ്ഞ ആക്ടറെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ ഈ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഹാർഡ് കോർ ഫാനായി മാറി. ഞാനത് പലരോടും പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും എനിക്ക് പറയാൻ അത്രയും സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം എടുക്കുന്നൊരു എഫേർട്ട് കണ്ടിട്ട് സീരിയസ്ലി നിങ്ങൾക്കത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പ്രതീക്ഷിക്കണം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഈ ഓണത്തിന് അജയന്റെ രണ്ടാം മോഷണം തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇത് ആക്ച്വലി ഒരു 3 പീരീഡായിട്ട് നടക്കുന്നൊരു റൊമാൻറ്റിക് ഫാന്റസി അഡ്വഞ്ചറാണ്. വളരെ റൂട്ടഡായിട്ട് നമ്മുടെ സാധാരണ ഒരു വില്ലേജ് ചിയോദിക്കാവ് എന്ന് പറയുന്ന നമ്മുടെ ഒരു വില്ലേജിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതിൽ ടൊവിനോ 3 റോൾസാണ് ചെയ്യുന്നത്. ഒന്ന് ഒരു വാരിയറായിട്ട് കുഞ്ഞിക്കേളു, ഒരു കള്ളനായിട്ട് മണിയൻ, ഒരു സാധാരണ നമ്മളെ പോലത്തെ ഒരു ഹ്യൂമനായിട്ട് അജയൻ. അപ്പോൾ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമ എന്ന് പറയുന്നത് അജയന്റെയാണ്. അപ്പോൾ എന്തായിരിക്കും അജയന്റെ ഒന്നാം മോഷണം, എന്തായിരിക്കും അജയന്റെ രണ്ടാം മോഷണം, അതായിരിക്കും കംപ്ലീറ്റ് ARM. Okay, thank you so much. Thank you, sir. നല്ലൊരു കൈഡി കൊടുക്കാം ഇവർക്ക്. And we shall invite more. നല്ലൊരു കൈഡി കൊടുക്കാം for Team ARM, please. Thank you so much. So let's begin with watching a video from ARM. Can we have the video, please? Son, me